ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് ഓൾ ടൈം ഹൈയിലേക്ക് എത്തി എന്ന അപ്ഡേറ്റ്. ഫോറക്സ് റിസർവ് 645.58 ബില്യൺ ഡോളറായാണ് ഉയർന്നിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് ഫോറക്സ് റിസർവ് 2.95 ബില്യൺ ഡോളറായി ഉയരുകയും 5 ആഴ്ച കൊണ്ട് ഫോറക്സ് റിസർവിൽ 26.5 ബില്യൺ ഡോളറിൻ്റെ വർധനവുണ്ടാവുകയും ചെയ്തു. ഇതുവഴി ടോട്ടൽ ഫോറക്സ് റിസർവ് 645.58 ബില്യൺ എന്ന ഓൾ ടൈം ഹൈയിലേക്കെത്തി. ഇത് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇന്ത്യൻ എക്കോണമിയുടെ സ്ട്രോങ് ഗ്രോത്ത് ഔട്ട്ലുക്കിനെ കുറിച്ച് പല ഏജൻസികളും, അതായത് പല റേറ്റിംഗ് ഏജൻസികളും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഇക്വിറ്റി മാർക്കറ്റിലേക്കും ഡെപ്റ്റ് മാർക്കറ്റിലേക്കുമുള്ള ഇൻഫ്ലോ വർദ്ധിക്കുന്നതും എക്കോണമിയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ഇനി ജയനാം എന്ന ബ്രോക്കേജ് ഏജൻസി മീഡിയം ടൈമിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന 2 സ്റ്റോക്കുകളെ പരിചയപ്പെടാം. സ്റ്റോക്കുകൾ IRCTCയും റെയിൻബോ ചിൽഡ്രൻ മെഡിക്കെയർ ലിമിറ്റഡും. ടെക്നിക്കൽ പിക്ക് പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഈ 2 സ്റ്റോക്കുകളെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൽ IRCTC എന്ന സ്റ്റോക്കിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ടിന് സ്റ്റോക്ക് തയ്യാറെടുക്കുകയാണ്. ആൾറെഡി ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 950 രൂപ എന്ന റേഞ്ചിൽ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വരികയും ചെയ്തു. 950 രൂപയ്ക്ക് മുകളിൽ ബ്രേക്കൗട്ട് വന്ന സ്റ്റോക്ക് ഇപ്പോൾ 1000-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. വരും ദിവസങ്ങളിൽ 980, 950 തുടങ്ങിയ ലെവലുകളെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് പൊസിഷൻ എടുക്കാം. പൊസിഷൻ എടുത്ത് 1100, 1200 തുടങ്ങിയ ടാർഗറ്റുകൾ IRCTCയിൽ നിന്നും എയിം ചെയ്യാവുന്നതാണ്. IRCTCയിൽ പൊസിഷൻ എടുക്കുന്നവർ 940 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ജയനാം ബ്രോക്കിംഗ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് റെയിൻബോ ചിൽഡ്രൻ മെഡിക്കെയർ എന്ന സ്റ്റോക്കാണ്. റെയിൻബോ ചിൽഡ്രൻ മെഡിക്കെയർ എന്ന സ്റ്റോക്കിലും ബുള്ളിഷ് രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വരികയും സ്റ്റോക്ക് ഒരു ബ്രേക്കൗട്ട് സോണിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കപ്പ് ആൻഡ് ഹാൻഡിൽ രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷനാണ് വന്നിരിക്കുന്നത്. 1360 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 1400, 1450, 1500 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. 1300 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ജയനാം ബ്രോക്കിംഗ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ടാറ്റ പവർ കമ്പനി ലിമിറ്റഡ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ പവർ 414 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 1.32 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 37.03, ഡിവിഡൻഡ് ഈൽഡ് 0.48%, 52 വീക്ക് ഹൈ 433, 52 വീക്ക് ലോ 192. 400 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബുള്ളിഷ് മൊമെൻറ്റം ഫേസിലുമാണ് സ്റ്റോക്ക്. ടാറ്റ പവറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ്. ടാറ്റ പവർ 44 മുതൽ 59% വരെ ഇലക്ട്രിസിറ്റി നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന അപ്ഡേറ്റ്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡ് ടാറ്റ പവർ പോലുള്ള കമ്പനികൾക്ക് ഫ്യൂവൽ കോസ്റ്റ് വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിരക്ക് വർധനവിനുള്ള അനുമതി നൽകിയിരുന്നു. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡിൻ്റെ അപ്ഡേറ്റ് പ്രകാരം 100 യൂണിറ്റിൽ താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് 30 പൈസ പെർ യൂണിറ്റ് എന്ന നിരക്കിലും 101 മുതൽ 300 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് 65 പൈസ പെർ യൂണിറ്റ് എന്ന നിരക്കിലും 301 മുതൽ 500 യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് 94 പൈസ പെർ യൂണിറ്റ് എന്ന നിരക്കിലും 500 യൂണിറ്റിന് മുകളിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നവർക്ക് 1.07 രൂപ പെർ യൂണിറ്റ് എന്ന നിരക്കിലുമാണ് അഡീഷണൽ ചാർജ് പേ ചെയ്യേണ്ടതായിട്ട് വരിക. അതേസമയം മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ലിമിറ്റഡിൽ നിന്നും വളരെ വിഭിന്നമായ രീതിയിലാണ് ടാറ്റ പവർ വിലവർധനവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുന്ദർബൻ മുംബൈ ഏരിയയിൽ ടാറ്റ പവർ വളരെ ഹയസ്റ്റ് ആയിട്ടുള്ള താരിഫ് റേറ്റാണ് ഉയർത്തിയിരിക്കുന്നത്. റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സ്, അതായത് 100 യൂണിറ്റിനകത്ത് ഉപയോഗിക്കുന്ന റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സിന് 1 രൂപ 99 പൈസ എക്സ്ട്രാ പെർ യൂണിറ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. 101 മുതൽ 300 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 2 രൂപ 69 പൈസ എക്സ്ട്രാ പെർ യൂണിറ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. 301 മുതൽ 500 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 5 രൂപ 33 പൈസ എക്സ്ട്രാ പെർ യൂണിറ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. 500 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് 5 രൂപ 67 പൈസ പെർ യൂണിറ്റ് എക്സ്ട്രാ പെർ യൂണിറ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. അതായത് 2024 ഏപ്രിൽ 1-ാം തീയതി മുതലായിരിക്കും ഈ പുതുക്കിയ നിരക്ക് വരിക. കണക്കുകൾ അനുസരിച്ച് ഇലക്ട്രിസിറ്റി ബില്ലിൽ 44 മുതൽ 59% നിരക്ക് വർധനവാണ് ടാറ്റ പവർ നടപ്പിലാക്കിയിരിക്കുന്നത്. ടാറ്റ പവറിന് മുംബൈയിൽ മാത്രം 7.5 ലക്ഷം കൺസ്യൂമേഴ്സാണുള്ളത്. ഈ രീതിയിലുള്ള നിരക്ക് വർധനവിനെ ടാറ്റ പവറിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു മെഗാ ഷോക്കായിട്ടാണ് പല എക്സ്പെർട്ടുകളും, അതായത് പല പവർ സെക്ടർ എക്സ്പെർട്ടുകളും വിശേഷിപ്പിച്ചിരിക്കുന്നത്.
മറ്റ് പല കമ്പനികളും നിരക്ക് വർധനവ് നടപ്പിലാക്കിയെങ്കിലും ഇത്ര അഗ്രസീവായിട്ട് നിരക്ക് വർധനവ് നടപ്പിലാക്കിയത് ടാറ്റ പവർ മാത്രമാണ്. അദാനി ഇലക്ട്രിസിറ്റി മുംബൈ ലിമിറ്റഡിൻ്റെ നിരക്ക് വർധനവ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് വളരെ ജെന്യൂൻ റേറ്റിലുള്ള ഒരു നിരക്ക് വർധനവാണ് കാണുന്നത്. റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സ് 100 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 9 പൈസ പെർ എക്സ്ട്രാ പെർ യൂണിറ്റും, 101 മുതൽ 300 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 24 പൈസ പെർ യൂണിറ്റും, 301 മുതൽ 500 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 4 പൈസ പെർ യൂണിറ്റും, 500 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് 1 പൈസ പെർ യൂണിറ്റുമായിട്ടായിരിക്കും എക്സ്ട്രായായി പേ ചെയ്യേണ്ടി വരിക. അതായത് ടാറ്റ പവർ എന്ന കമ്പനി വളരെ അഗ്രസീവായിട്ട് അല്ലെങ്കിൽ വളരെ ഉയർന്ന രീതിയിലുള്ള നിരക്ക് വർധനവ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് കൺസ്യൂമേഴ്സിനെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണെങ്കിലും കമ്പനിയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. പ്രൊഡക്റ്റിൻ്റെ വില വർദ്ധിക്കുന്നതനുസരിച്ച് കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റും ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടാറ്റ പവർ എന്ന സ്റ്റോക്ക് 420 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 420 സ്റ്റോക്കിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കുന്നു. 420 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 450, 480 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുന്നവർ 400 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്